നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ, ഓരോ ലക്ഷ്യങ്ങൾ, ഓരോ പാഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓരോ ആഗ്രഹങ്ങളെയും നമുക്ക് സഫലീകരിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആപ്പിൾ 2021 12 സീരീസ് 12 ലൈനപ്പ് ലോഞ്ച് ചെയ്തപ്പം അതിൽ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഐഫോൺ സ്വന്തമാക്കണമെന്നുള്ളത്. അങ്ങനെ ആ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചേക്കുവാണ്. അപ്പോൾ ഇത് നമ്മളുടെ iPhone 12 മിനിയാണ്. ഇത് പുതിയതല്ല, യൂസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോണ്. ഇത് യൂസ്ഡ് ആണ് ഞാൻ വാങ്ങിയത്. ഞാൻ പുത്തൻ വാങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പുത്തൻ വാങ്ങാൻ. കാരണം എനിക്കൊരു 12 സീരീസിലെ ഒരു ഫോണാണ് വേണ്ടത്. കാരണം നമുക്കിപ്പം iPhone XS ഉണ്ട്, 11 ഉണ്ട്, 13 Pro ഉണ്ട്. അതിനടുത്ത് ഒരു 12-ൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നി. അപ്പോൾ ആ ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നൊരു ഫോണാണ് വാങ്ങണം എന്നുള്ളത്, 12 മിനി. അതുകൊണ്ട് തന്നെയാണ് 12 മിനി തന്നെ വാങ്ങിയത്. ഇതത്ര മോശം ഫോണൊന്നുമല്ല, വളരെ നോക്കി തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അവരോട് ചോദിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ എടുത്ത ഒരു ഫോണാണ്. 6 മന്ത്സ് വാറണ്ടി ഇനിയും റിമൈനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2022 ജനുവരിയിൽ വാങ്ങിയ ഒരു ഫോണാണ്. അതുമല്ല, വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്തൊരു ഫോണാണ്. അപ്പം ഞാനിത് പർച്ചേസ് ചെയ്തത് ആക്ച്വലി തിരൂരുള്ള ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നാണ്. ആപ്പ് സ്റ്റോർ അവർക്ക് തിരൂർ മാത്രമല്ല, എറണാകുളത്തും അവർക്ക് ഷോപ്പുണ്ട്. അവർ കൂടുതലും ചെയ്യുന്നത് സർവീസാണ്, ഫോൺ സർവീസ്. നമുക്ക് A to Z ഐഫോണിൻ്റെ സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കും ഒരു യൂസ്ഡ് ഐഫോൺ വാങ്ങണം, അതോടൊപ്പം തന്നെ അതിലുപരി അവർ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് സർവീസാണ്. നിങ്ങൾക്ക് A to Z ഫോണിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, സ്റ്റോറേജ് അപ്ഗ്രേഡേഷൻ, നിങ്ങളുടെ ഫേസ് ID കംപ്ലയിൻറ്റ്, നിങ്ങൾക്ക് ഹാർഡ്വെയർ, നിങ്ങളുടെ ചിപ്പ് ലെവൽ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ സകല ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ വളരെ റീസെൻ്റ്ലി എൻ്റെ ഒരു ഐഫോൺ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിൽസും ഞാൻ താമസിക്കാതെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എല്ലാം തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള, വളരെ പ്രൊഫഷണലായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ്, അവരെ ബന്ധപ്പെടാനുള്ള സകല ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മളുടെ iPhone 12 മിനി എന്ന് പറയുന്നത്. ഈ ബോക്സ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, iPhone 10-ൻ്റെ ബോക്സാണ്. ഇതെനിക്കില്ലാത്തൊരു ബോക്സും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് 12-ൻ്റെ ബോക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, കസ്റ്റമർ കൊടുത്തപ്പം 12 മിനിയുടെ ബോക്സ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടാഞ്ഞ്. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് കിട്ടുന്ന കേബിളും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫോൺ ഒള്ളി പ്രൊഡക്റ്റാണ്. അപ്പം നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പം കുറേ ബബിൾ ട്രാപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി. കാരണം നമുക്കറിയാമല്ലോ, iPhone 12 മിനി എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ്. അപ്പോൾ 10-ൻ്റെ ബോക്സിൽ പോലും നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടാണ്. കുറേ ബബിൾ ട്രാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെയാണ് അവർ ഈ സാധനം അയച്ചേക്കുന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല, വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം നമുക്ക് എറിഞ്ഞാൽ പോലും ആ ബോക്സിനോ അല്ലെങ്കിൽ ഫോണിനോ ഒരു കംപ്ലയിൻറ്റും വരത്തില്ല. വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിത് സൈഡിലേക്ക് വെക്കാം. ഇനി നമ്മുടെ ആക്ച്വൽ ഫോൺ ഓപ്പൺ ചെയ്യാം. ടിഷ്യൂ പോലത്തെ എന്തോ സംഭവത്തിലാണ് പൊതിഞ്ഞേക്കുന്നത്. വാവ്, ഇതാണ് നമ്മളുടെ ആക്ച്വൽ ഫോൺ എന്ന് പറയുന്നത്. ഇത് iPhone 12 മിനി 128 GB ആണ്, വൈറ്റ് കളർ. എനിക്ക് വൈറ്റ് കളർ ആയിരുന്നു ഞാൻ പ്രിഫർ ചെയ്തത്, അത് തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം വളരെ നീറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്നത്, ഒരു സ്ക്രാച്ചോ പോറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ നീറ്റായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു iPhone 12 മിനി. നൈസായിട്ട് തന്നെയാണ്, അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഈ സൈഡ് ബസൽസിൽ നോക്കിയാൽ തന്നെ അറിയാം, യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസോ മാർക്കിങ്ങോ ഒന്നും തന്നെ ഇല്ല. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള iPhone 12 മിനിയാണ്. അപ്പം നമുക്കിത് ടേൺ ഓൺ ചെയ്യാം. ഓൾറെഡി സെറ്റപ്പാണ്. സെറ്റപ്പ് സ്ക്രീനൊന്നും നമ്മൾ ബൈപ്പാസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഫോൺ എന്തായാലും ഓൾറെഡി റീസെറ്റഡ് ആണ്, എല്ലാ കാര്യവും ക്ലിയർ ചെയ്തതാണ്, ഒന്നും തന്നെ ഇല്ല ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്കൊന്നും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് ജനറൽസിനകത്ത് പോയിട്ട് അതിന് മുന്നേ ഇതിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാം. സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 GB ആണ്, 128 GB വേർഷനാണ്. ഇതിന് 6 മന്ത്സ്, ഇനിയും 6 മാസം കൂടെ വാറണ്ടി നമുക്ക് ഉണ്ട്, മിച്ചമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒന്ന് നോക്കാം. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 99% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. വാറണ്ടി ഉണ്ട്, 99% ബാറ്ററി ഹെൽത്തും ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് 37,000 ആണ്, 37,000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു അത്ര മോശം ഡീലാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇനി
നിങ്ങൾക്കറിയാം 2-3 മാസത്തിനുള്ളിൽ 3 മാസം കൂടെ കഴിയുമ്പം നമുക്ക് ബിഗ് ബില്ലിൻ്റെ പ്രൈം ഡേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് 3 മാസം കഴിയുമ്പം. ആ സമയത്ത് ഈ പറഞ്ഞ റേറ്റിന് നമുക്ക് 13 മിനിയൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം അത്യാവശ്യം അല്ലെങ്കിൽ ആവശ്യമുള്ളൊരു ഫോണാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വാങ്ങിയത്. അത്രയും മാസം എനിക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇത് എനിക്ക് ആഗ്രഹമുള്ളൊരു ഫോണായിരുന്നു 12 മിനി. സോ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി റീസെറ്റ് ചെയ്യാം. സെറ്റിംഗ്സ്, ജനറൽസ്, അതിൻ്റെ ഏറ്റവും താഴെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് റീസെറ്റ് ഓൾ കണ്ടൻസ് ആൻഡ് സെറ്റിംഗ്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക, ഇറേസ് ഐഫോൺ കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഇറേസ് ആവും. അപ്പോൾ നമ്മുടെ ഫോൺ റീസെറ്റ് ആയിട്ടുണ്ട്. ഹലോ എന്നുള്ള ആ ഒരു വെൽക്കം സ്ക്രീൻ കാണിക്കുന്നുണ്ട്. സ്വൈപ്പ് ചെയ്യുക, ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക, താഴേക്ക് പോയി നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്യണം. നമുക്ക് അതിന് മുന്നേ ഇതിനകത്തൊരു സിം ഇൻസേർട്ട് ചെയ്ത് നോക്കാം, നമ്മുടെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വർക്കാകുന്നുണ്ടോയെന്ന് അറിയാൻ. എന്തായാലും നമുക്ക് നമ്മുടെ ഐഫോൺ 10s നമ്മളുടെ സിം എടുക്കാം. ജിയോ ആണ് സിം. ഓക്കെ, ഇപ്പം സിം ഇട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റപ്പ് മാനുവൽ കൊടുക്കാം. കണ്ടിന്യൂ. വൈഫൈ സെലക്ട് ചെയ്യാം. വൈഫൈ കണക്റ്റായി. ആക്ടിവേറ്റ് ചെയ്യുവാണ്. കാരണം ഇപ്പം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് സിം ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിം ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ സിം ഇട്ടത്. അപ്പം നമുക്ക് സിം ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പം ഡേറ്റ ആൻഡ് പ്രൈവസി കാണിച്ചു. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. ഫേസ് ID സെറ്റപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ യൂസ് ഫേസ് ID വിത്ത് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോണ്ട് യൂസ് ഫേസ് ID വിത്ത് മാസ്ക് അത് സെറ്റപ്പ് ചെയ്തു. കണ്ടിന്യൂ കൊടുക്കുക. ഇനി പാസ്വേഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. പാസ്വേഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റപ്പ് ചെയ്യാം. സിറി എല്ലാം ഓഫാണ്. ഡാർക്ക് തീം മോഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡാർക്ക് തീം മോഡിലേക്ക് വരും. വെൽക്കം ടു ഐഫോൺ. അങ്ങനെ നമ്മളിപ്പോൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു യൂസ്ഡ് ഐഫോൺ വാങ്ങുമ്പം നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. അതിനുവേണ്ടി നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ടെസ്റ്റം എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ടെസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പാണെങ്കിലും ഡൗൺലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡീറ്റലൈസറിൽ നിന്ന് തുടങ്ങാം. ഡീറ്റലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോ എഡ്ജും കോർണറും എല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് എല്ലായിടത്തും തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ ഡിസ്പ്ലേയുടെ ഏതെങ്കിലും ഏരിയയിൽ കംപ്ലയിൻറ്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ. പിന്നെയുള്ള മൾട്ടി ടച്ച് ആണ്. അപ്പോൾ നമ്മൾ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാം. ഇനിയുള്ള LCD സ്ക്രീൻ ഈ ഒരു ഡെഡ് പിക്സൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ കളേഴ്സും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് അറിയാൻ സാധിക്കും ഡെഡ് പിക്സൽസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെയുള്ളത് ഫേസ് ID ടച്ച് ID ആണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് ID ഓട്ടോമാറ്റിക്കലി അത് റെക്കഗ്നൈസ് ആകുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. പിന്നെയുള്ള പവർ ബട്ടണാണ്. നമ്മുടെ പവർ ബട്ടൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വോളിയം റോക്കർ അപ്പും പവർ ബട്ടണും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് കാണാം നമ്മുടെ പവർ ബട്ടൺ വർക്കാകുന്നുണ്ട്. വോളിയം മൈനസ് ജസ്റ്റ് ഒന്ന് നോക്കുക, അത് ഓക്കെയാണ്. അപ്പ് മ്യൂട്ട് സ്വിച്ചിൻ്റെ കാര്യം നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാം. കോൾ പോകുന്നുണ്ട്, അതും ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോണിലുള്ള സകല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഓക്കെയാണ്. ഫോണിന് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഐഫോൺ 12 മിനി വാങ്ങിയതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി നമുക്കറിയാം ഇത് അത്ര നല്ല ബാറ്ററി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെക്കൻഡറി ഐഫോൺ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. 10s എനിക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ ഫോൺ എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ 12 മിനി വാങ്ങിയത്. അതാണ് പ്രൈമറി സംഭവം എന്ന് പറയുന്നത്. രണ്ടാമത് എനിക്ക് അത്യാവശ്യം ലൈറ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു ഫോൺ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഒരു സെക്കൻഡറി ഫോൺ എന്ന രീതിയിൽ. പ്രൈമറി ഫോൺ എപ്പോഴും നമ്മളുടെ ഐഫോൺ 13 Pro തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. അപ്പോൾ ബാക്കിയുള്ള അഭ്യാസങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്താൽ മതി. ഐഫോൺ 12 മിനി ആകുമ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ലേറ്റസ്റ്റ് ഹാർഡ്വെയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നമില്ലാതെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 12 മിനി ഓപ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈനപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ബാക്കി എല്ലാ സീരീസും ഉണ്ട്. അപ്പം 12ൻ്റെ ഒരു കുറവും കൂടി ഉള്ളായിരുന്നു. അപ്പോൾ അതും എന്തായാലും പരിഹരിച്ചു. അപ്പം ഞാൻ ഒരിക്കലും ഒരു ഹാർഡ് കോർ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ 12 മിനിയോ അല്ലെങ്കിൽ 13 മിനിയോ ഓപ്റ്റ് ചെയ്യാൻ പറയത്തില്ല. നമുക്കൊരു ലൈറ്റ് യൂസേജൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ഓക്കെയാണ്. വളരെ ലൈറ്റായിട്ടുള്ള എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 12 മിനി അല്ലെങ്കിൽ മിനി ഡിവൈസുകളൊന്നും തന്നെ നമുക്ക് ബാറ്ററി നിൽക്കത്തില്ല. ബാക്കി ഒരു പ്രശ്നവുമില്ല. സോ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ബാറ്ററി എന്നുള്ള ഒരൊറ്റ കൺസേൺ മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ വിലൻ. Catch you guys next video. Till then,